തട്ടിമുട്ടിയുടഞ്ഞും തട്ടിക്കുട്ടിയെടുത്തും ഒഴുകുമി ജീവിത തോണിയിൽ അരവയർ നിറയ്ക്കാൻ ഇടയ്ക്കൊന്നു രസിക്കാൻ അണിയും ഓരോ കോലങ്ങൾ. ഇതു നാട്ടിൽ നിറയും കാഴ്ചകൾ, കാട്ടിലറയും കുമിളകൾ, നുരയും ചിരിയുടെ സൂത്രവാക്യങ്ങൾ. സൂത്രവാക്യങ്ങൾ സൂത്രവാക്യങ്ങൾ സൂത്രവാക്യങ്ങൾ. എടീ ഭാർഗവി, ശിവളി ഇതെവിടെ പോയി കിടക്കണമെന്തോ. എന്താ ഇപ്പൊ ഒന്നും പറ്റിയില്ല, പറ്റാതെ നോക്കാനാ നിന്നെ വിളിച്ചത്. എടി ആ പാണ്ടി വരുന്നുണ്ടോ? നിനക്ക് എത്ര വണ്ടി അറിയാം? എടി ആ പലിശക്കാരൻ പാണ്ടി, അയാളെ 2000 ഉറുപ്പിക വാങ്ങിച്ചിട്ട് ആഴ്ച 4 ആയി, ഒറ്റ പൈസ പോലും കൊടുത്തിട്ടില്ല. ഹോമം നടത്തി വശീകരിക്കാന്ന് വെച്ചാൽ അവൻ അമ്പിലും ബില്ലിനും അടുക്കണ്ടേ. അയ്യോ, പൈസ വാങ്ങിച്ചത് ഞാനാന്നേ. പക്ഷെ അത് നിന്റെ അനിയത്തിയുടെ മകന്റെ കല്യാണത്തിനാണെന്ന് മാത്രം. ഇപ്പൊ കഥ പറഞ്ഞു നിൽക്കാതെ അയാളെ പറഞ്ഞു വിടാനുള്ള മാർഗം എന്താണ്? വേറെ മാർഗം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിരം പരിപാടി തന്നെ തുടങ്ങിക്കളയാം. തുടങ്ങിക്കോ. എന്റെ വാക്ക് കേട്ട് ജീവിക്കാത്തോളം ഈ വീട്ടിനകത്ത് പാടില്ല. ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഈ നരകത്ത് ജീവിക്കുന്നതിനൊക്കെ തമിഴന്മാരുടെ കൂടെ പോകുന്നതാണ്. നേരായിട്ടാണ്. നീ ഒന്ന് പോയി നോക്കണി, ഏത് പണിയുടെ പോയെന്ന് എനിക്കൊന്നും അറിയണം. എവന്റെ തല ഞാൻ വെട്ടി എറിഞ്ഞു. എന്നെ സാർ കാശ് വല്ലതും വേണമാ? കാശ് തരാം, പക്ഷെ കല്യാണം കഴിച്ചവർക്ക് തരമാട്ടെ. അഥവാ കാശ് വേണമെന്നാ ഭാര്യയെ ഡൈവോഴ്സ് പണിട്ട് വാ. അവളാച്ചി തന്റെ കാര്യം എനിക്കെങ്ങും വേണ്ട. ഞാനേ ഒരു കാര്യം അറിയാൻ വന്നതാ. എന്നെ സാർ, എന്നെ വിഷയം? ആ കുറുപ്പ് കാശ് തന്നോ? എങ്ങനെ തരാൻ? അവിടെ സണ്ട കഴിഞ്ഞിട്ട് വേണ്ടേ കാശ് തരാൻ? സണ്ടയോ? എടോ, അവളെ അതവരുടെ അടവാ. അടവാ? ആഴ്ച തനിക്ക് അടവ് തരാതിരിക്കാനുള്ള അവരുടെ അടവ്. എടോ, അവളെ തന്നെ പറ്റിച്ചതാ. അപ്പടിയാ? എന്നെ ഏമാത്തിച്ചാ അവന്മാരെ ഞാൻ സുട്ടിടുവേ. ചൂട് വേഗം ചെന്ന് ചൂട്. തീ വേണേ ഞാൻ തരാം. അഴകപ്പന 40 വർഷമായാச்சு. എന്നെ നെക്സ്റ്റ് വെള്ളിക്കിളമ്പേ ഞാൻ വരുവാച്ചേ. എൻ കാശെല്ലാം പലിശ തീർത്ത് കിടക്കണം. ഇല്ലെങ്കിൽ അഴകപ്പന്റെ സ്വഭാവം ഒനക്കും പിടിക്കാതെ എനക്കും പിടിക്കാതെ ഓതച്ചിടുവേൻ. ജാഗ്രത. മനസ്സിലായി. അതിനെന്ത് വേണമെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. അതിന് കടുത്ത പ്രയോഗം തന്നെ വേണ്ടിവരും. അത്രയ്ക്ക് വലിയവരാണ് ശത്രുക്കൾ. ഈ മുടി വരെ കൊഴിയുന്നത് അതുകൊണ്ടാ. ആട്ടെ, നിങ്ങളെ ഇപ്പോഴും ആ വീട്ടിൽ തന്നെയാണോ താമസം? അതാ ഞാൻ പറഞ്ഞത്, കടുത്ത പ്രയോഗം തന്നെ വേണ്ടി വരുമെന്ന്. അതും എത്രയും പെട്ടെന്ന് തന്നെ വേണം. ആയിക്കോട്ടെ, ദിവസം പറഞ്ഞോളൂ. ദിവസം അടുത്ത വെള്ളിക്കിളമ്പേ ഞാൻ തിരുമ്പി വരുവേൻ. എൻ കാശ് കിടക്കണം, അല്ലേ ഞാൻ നിന്നെ സുട്ടിടുവേൻ. അതെ, നമുക്ക് വ്യാഴാഴ്ചയാക്കാം. അന്നാണ് ഉത്തമം. പക്ഷേ ചെലവൽപ്പ കൂടും. എനിക്ക് ചെലവൊന്നും വേണ്ട. അയ്യോ, നിങ്ങൾക്ക് ചെലവ് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്, ഹോമത്തിന് ചെലവ് കൂടുമെന്നാ പറഞ്ഞത്. ചെലവ് എത്രയായാലും വേണ്ടിയില്ല, സംഭവം ക്ലിയർ ആയ മതി. എന്തോ കൈ കൊണ്ട് മേടിക്കത്തില്ല. ഇതിലോട്ട് വെച്ചോട്ടെ. ദേവി, അല്ല കണ്ടെയ്നർ അല്ലല്ലോ. അപ്പൊ ഞാനെല്ലാം ക്ലിയർ ആക്കി തരാം. വ്യാഴാഴ്ച വന്നാ മതി. പോലെ തലയ്ക്ക് കിഴിപ്പില്ലല്ലോ. പോട്ടെ. മുരുക വരുന്നോ? എന്താ വന്നോ? എന്റെ പൊന്നുമക്കൾ ഈ ലിസ്റ്റിലെ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചോണ്ട് വാ. ഇതെവിടെ നിന്ന് കിട്ടും? എവിടെ കിട്ടുമെന്ന്? എടാ, ഇതാ പൂജാ സാമാനങ്ങൾ വിൽക്കുന്ന കടയിൽ കിട്ടും. അതെവിടെ ആ കട? ഒരു പൂജാരിയുടെ മകനാ പൂജാ സാമാനങ്ങൾ വിൽക്കുന്ന കട അറിഞ്ഞൂടാ പോലും. എടാ, തടിക്കാള പോലെ ആയല്ലോടാ. എനിക്ക് ശേഷം ഈ സ്ഥാനം ഏറ്റെടുത്ത് നടത്തേണ്ടവനാ. അച്ഛന് ശേഷം നാട്ടുകാരെ തല്ലുകൊള്ളേണ്ടവനെന്ന് പറയുന്നതായിരിക്കും നല്ലത്. മക്കൾ വല്ലതും പറഞ്ഞായിരുന്നു? ഒന്നുമില്ല. നീ ഒരുത്തനാണ് ഇവനെ ചീത്തയാക്കുന്നത്. മാർക്കറ്റിന്റെ ഇപ്പുറത്തെ പൂജാ സാമാനങ്ങൾ വാങ്ങിക്കുന്ന കട. മാർക്കറ്റിന്റെ അപ്പുറത്ത് എവിടെയാ? മാർക്കറ്റിന്റെ അപ്പുറത്ത് ഒരു ഗാന്ധി പ്രതിമ ഇല്ലയോ?
ഗാന്ധി പ്രതിമ എവിടെ? എനിക്ക് വയ്യ. എടാ വർഷങ്ങളായിട്ട് തേരാപ്പാര നടക്കുന്ന നിനക്ക് ഗാന്ധി പ്രതിമ അറിഞ്ഞൂടെ? അച്ഛൻ എവിടത്തെ കാര്യം പറയണത്? ഞങ്ങൾ ദിവസം പോകുന്ന വഴിയല്ലേ ഇത്? അവിടെ ഇതുവരെ പ്രതിമ കണ്ടിട്ടില്ല. എന്റെ കരിങ്കുട്ടി ചാത്തോ, എടാ മാർക്കറ്റിന്റെ അങ്ങോട്ട് പോകുമ്പോ വലത്ത് സൈഡിലാ പ്രതിമ. മാർക്കറ്റിന്റെ അപ്പുറത്ത് വലത് സൈഡാ? എടാ മാർക്കറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോ ഇടത്തെ സൈഡിൽ ഒരു ബീവറേജ്, അതിന്റെ വാതുക്കലാണ് ഈ പ്രതിമ, അതിന്റെ സൈഡിലാണ് ഈ പറഞ്ഞ കട. ആ ബിവറേജിന്റെ മുമ്പില് എന്നിട്ടാണ് ഗാന്ധി എന്ന് പറഞ്ഞ സമയം കളഞ്ഞത്.